अंदर घुस कर क्या देख रहे हो? നിന്റെ അമ്മൂമ്മയുടെ ശവം എപ്പോഴാ പുറത്തേക്ക് കെട്ടിരിക്കണെന്ന് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുക. ഇനി നിനക്ക് എന്താ അറിയണ്ടേ? ഞാനാണോ പെണ്ണാണോ എന്നറിയില്ല. പോടാ പോടാ, ഇത് പബ്ലിക് റോഡാ. ഈ ഗേറ്റിന്റെ അപ്പുറത്തുള്ള ഗുസ്തി മാത്രം നീ നോക്കിയാ മതി. ഊർക്കേ, ആസനത്തിൽ അമ്പ് ഇറച്ച മതി ഞാൻ ഇങ്ങനെ കിടന്ന് നടക്കുക. അധികം എന്റെ അടുത്ത് കളിക്കണ്ടടാ ഗൂർക്കേ. നിന്നേ നിന്നേ ചേട്ടാ നിന്നേ. നിങ്ങളാ മാധവനല്ലേ? അതെ. മുടിയൊക്കെ പോയി ആകെ അങ്ങോട്ട് കൊരഞ്ഞല്ല. എന്നെ മനസ്സിലായ? താനാ പഴയ എന്റെ മുഖത്ത് എന്താ ക്ലാവ് പിടിച്ചിട്ടുണ്ടാ? ഇയാളാ ആ ഫുൾ ടൈം തണ്ണി. തണ്ണിയുടെയൊക്കെ ഞാൻ നിർത്തിയിട്ടാ. കള്ളുകൂടി കാരണം അല്ലടോ തന്നെ തമ്പുരാൻ പിടിച്ച് പുറത്താക്കിയത്. അതെ, നാട്ടിൽ ചെന്നപ്പോ കുട്ടികളും തള്ളിയും അവിടുന്ന് എന്നെ പുറത്തേക്കാക്കി. അതെന്തിനാ? അവിടെ കിടന്ന് വെള്ളം അടിച്ച് ബഹളം ഉണ്ടായി കാണും. അതുകൊണ്ടല്ല, എന്റെ വീടും കുടിയും കുട്ടികളും ഒക്കെ വളർന്നതും പഠിച്ചതും ഒക്കെ ഈ തമ്പുരാന്റെ കാശുകൊണ്ടാ. ആ തമ്പുരാനോട് ഞാൻ നന്ദിയേട് കാണിച്ചു എന്നാണ് എന്റെ ഭാര്യ പറയണേ. അതുകൊണ്ട് തമ്പുരാന്റെ കാലിൽ വീണ് മാപ്പ് പറഞ്ഞാലേ അവര് എന്നോട് ക്ഷമിക്കുള്ളൂ. തനിക്കിപ്പോ കുടിയുണ്ടോ? ആ, ഇവിടെ ചെറിയൊരു കുടിയുണ്ട്. എടോ കുടി തന്നെയാ, ചെറുതായാലും വലുതായാലും. ഞാനല്ലേ നേരത്തെ പറഞ്ഞ കുടിയില്ലാന്ന്. കിടക്കാനൊരു കുടിയുണ്ടെന്നാ ഞാൻ പറഞ്ഞേ. എടോ താൻ കിടക്കുന്നവരെ കുടിക്കുന്ന എന്തിനാ? ആ കുടിയുടെ കാര്യമല്ല ഞാൻ പറഞ്ഞേ. എടോ താനിങ്ങനെ കുടിച്ചു കിടന്നോണ്ടല്ലേ തമ്പുരാൻ പിടിച്ച് പുറത്താക്കിയത്? ഇല്ല, കള്ള് ഞാൻ കുടിക്കില്ല. പാമ്പിൽ എവിടെ നിന്ന് കള്ള് കിട്ടാനാ? വല്ല ലോക്കൽ ചാരാൻ മറ്റായിരിക്കും. എന്താ എന്റെ പേര്? നാരങ്ങന്നല്ലേ? ആ, അപ്പൊ തനിക്ക് അറിയാല്ലേ. എടോ ചങ്ക് വാടിപ്പോ അതൊക്കെ വാങ്ങിച്ചു കുടിച്ചാല്. അതല്ല, കിടക്കുന്ന കുടിയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. എടോ ഞങ്ങളും കുടിക്കും, പക്ഷെ കുടിച്ച് ബോധം കെട്ട് വല്ലയിടത്തും കിടക്കാറില്ല. ഞാനിപ്പോ കുടിക്കാറില്ല. താനല്ലേ പറഞ്ഞത് തനിക്ക് കുടിയുണ്ടെന്ന്? അത് പറഞ്ഞു. എന്നിട്ടിപ്പൊ കുടിയില്ലാന്ന് പറഞ്ഞാൽ? ആ കുടിയല്ല ഈ കുടി. എല്ലാ കുടിയും ഒന്ന് തന്നെടോ. ഈ കള്ളുകുടിയന്മാരെ നാക്കെടുത്ത കള്ളനെ പറയും. ആദ്യം ഇയാൾ പറഞ്ഞു കുടിയുണ്ടെന്ന്, ഇപ്പൊ പറഞ്ഞു കുടിയില്ല. വരക്കുടിയനായി കള്ളുകുടിയന്മാരുടെ ബോധമില്ലാത്തത് എനിക്കല്ലടാ തെണ്ടികളെ. അവൻ കുഞ്ഞുണ്ണിയല്ല, മണ്ണുണ്ണിയാ, മണ്ണുണ്ണി. നീയൊക്കെ കൂടി എന്റെ തമ്പുരാനെ പറ്റിക്കുമല്ലടാ. എന്താ ഇവിടെ ആ പൊതുവാണ് വെള്ളം അടിച്ച് വെള്ളം ഉണ്ടാക്കണേ? കൊച്ചു അവന് തല്ലി. ആഹാ, അത്രയ്ക്കായോ? ഇന്ന് ഞാൻ ഇവന്റെ മണ്ട തല്ലി പൊളിക്കും. അവനോടി നിക്കണ അവിടെ. നിക്കും അടിക്കാനല്ലേ? ഇനി മറക്കാനാവില്ല. ഇവിടെ വേണ്ടെങ്കിൽ വേണ്ട, നമുക്ക് എങ്ങോട്ടെങ്കിലും ഒളിച്ചോടി പോവാം. എലീന പറഞ്ഞ സത്യമാണോ? അതെ, എനിക്ക് ചേട്ടനെ മറക്കാനാവില്ല. എലീന നമ്മളെ ചതിക്കാനുള്ള പരിപാടിയാ. എലീന നമ്മളെ ചതിക്കാനുള്ള പരിപാടിയാന്ന് ആര് പറഞ്ഞു? ഞാൻ കണ്ടു. അവളും ആ നമ്പീശൻ വക്കീലും കൂടെ ലവ് ഒളിച്ചോടാനോ പ്ലാൻ. തുറക്കടോ. നമ്പീശ, എന്താണോ ഇത്? അവന്മാരുടെ പണിയാ, എന്നെ അകത്ത് കേട്ടില്ല. എന്നാ താനിവിടെ വന്നോ. ഒരുത്തൻ വാലിന് തീ പിടിച്ചോലെ ഓടി വരുന്ന കാണാം, പിടിച്ചോണം. പോലീസ് വരുന്നവരെ പെട്ടരുത്. അമ്മൂമ്മയുടെ കുഞ്ഞുണ്ണി. തമ്പുരാനെ, തമ്പുരാട്ടി നമസ്കാരം. നമ്പീശനോ? ആഹാ, എല്ലാരും ഉണ്ടല്ലോ. എന്താ നമ്പീശ, ഇങ്ങോട്ടുള്ള വഴിയൊക്കെ മറന്നോ? കാലം കുറയായി തന്നെ കണ്ടിട്ട്. സപ്തതിക്ക് സാവിത്രി വന്നിരുന്നു, അന്നും തന്നെ കണ്ടില്ല. ഞാൻ ഇവിടെ നടക്കുന്നൊക്കെ ഇപ്പോഴാണല്ലോ അറിയുന്നത്. എന്ത് നടക്കുന്നത്? അല്ല, കുഞ്ഞുണ്ണി വന്നു എന്നറിഞ്ഞു, ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതി. കുഞ്ഞുണ്ണി, നീ കുഞ്ഞിലെ കണ്ടതല്ലേ? അവനിപ്പോ വലിയ കുട്ടിയായി, കണ്ടാൽ അറിയില്ല. പക്ഷേ എന്നെ കണ്ടാൽ അവൻ അറിയും. നീ എങ്ങ ആള് മാറിപ്പോയല്ലടാ കുഞ്ഞുണ്ണി. ഒരുമാതിരി തേവിരുന്ന മുഖമൊക്കെ അങ്ങ് ചീർത്ത് വീങ്ങിയല്ല. നല്ല ചാപ്പാടായിരിക്കും ഇവിടെ. ഇനി വാ, ഞാനൊന്ന് വൃത്തിയായിട്ട് കാണട്ടെ.
നമ്പീശൻ മാമൻ മോനൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. അത് മാമൻ അങ്ങോട്ട് വന്ന് തരണോ അതോ മോൻ ഇങ്ങോട്ട് വന്ന് വാങ്ങിക്കുന്നോ? നമ്പീശ, കുഞ്ഞുണ്ണിക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടാവില്ല. അവന് മനസ്സിലായി. ഇനി പലരും പലതും കൂടെ മനസ്സിലാക്കാനുണ്ട്. പൊന്നുമോൻ എന്താ അയ്യോ എന്ത് സാരി സാരി ഗമ കേറി പോടിയത്. കള്ളൻ. പോട്ടെ, ഇത് ഇങ്ങനെ ചെറിയ കിടക്കട്ടെ. ഷാള് അയ്യോ നമുക്ക് പരിചയമുള്ള വീട്ടിൽ നീ എന്റെ കാലനായിട്ട് എന്നെ വന്നിരിക്കുവാണോ? ആളെ മനസ്സിലായില്ല. മാപ്പ് 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 മാപ്പ്. നീ മാപ്പ് പോണമെന്നൊക്കെ എനിക്കറിയാം. എന്നെ അഴിച്ചു വിടറ. ഇത്രയും വൃത്തിയായിട്ട സിനിമ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ചുമ്മാതല്ല നമ്മളെ കയറ്റി ഇരുത്തിട്ട് നമ്പീശം വെളിയിൽ പോയത്. എങ്കിലും മുഴുവൻ കാണാതെ പോയത് കഷ്ടമായി പോയി. ഒരു കഷ്ടമല്ല, ഇങ്ങനത്തെ സിനിമ കാണാതിരിക്കുന്ന നല്ലത്. അമ്മേ, കള്ളൻ, കള്ളൻ, കള്ളൻ. നമ്പീശ, നമ്പീശ, എന്ത് പറ്റി? അയ്യോ, എന്ത് പറ്റി? എന്ത് പറ്റി? എന്റെ ഈശ്വര, ഒന്നും മിണ്ടുന്നില്ലല്ലോ. എന്ത് പറ്റി? ഓടിവാ. എന്റെ അമ്മ അയാള് ചത്ത. നീ എന്താണ് ഒരു വരി? ഞാൻ പറഞ്ഞില്ലേ ഈ പുലിവാലൊന്ന് പോണ്ടത്. പുലിവാലാക്കിയത് നീയല്ലേ? പിന്തുടരാനല്ലേ പറഞ്ഞത്? തല്ലാനും കൊല്ലാനും പറഞ്ഞതുപോലെ ചെയ്യാവൂ. കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പോയ എന്തിന്? ഈശ്വര, ഇനി എന്ത് ചെയ്യും? ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. ഇനി 2 ആഴ്ചയേ ഉള്ളൂ വിസയ്ക്ക് കാശടയ്ക്കാൻ. ഈശ്വര, ആലോചിച്ചിട്ട് എത്തും പിടിയും കിട്ടുന്നില്ല. അത് തന്നെയല്ലേ ഞാനിപ്പോ പറഞ്ഞത്. നീ പറഞ്ഞു എന്ന് പറഞ്ഞാൽ എനിക്ക് 2ാമത് പറഞ്ഞൂടെ? ഓഹോ, അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരുന്നു എത്തും പിടിയും കിട്ടുന്നില്ല എന്ന് പറയാം. ആരാദ്യം നിർത്തുന്ന അവർ തോറ്റു. അങ്ങനെ കളിക്കാം. അയാളുടെ കൈ കാശുണ്ട്. ആരുടെ? ആലല്ല കണ്ണന്റെ കയ്യില്. അയാളുടെ കീശയെ കാശുണ്ടായിട്ട് നമുക്കെന്ത് കാര്യം? ഏതായാലും നീ ഒരു കൊലപാതകം നടത്തി. പിടിച്ച മാക്സിമം തൂക്കിക്കൊല്ലും. ഇനി 5-6 എണ്ണത്തിനെ കൂടെ കൊന്നാലും അതിൽ കൂടുതലൊന്നും സംഭവിക്കാനില്ല. ആ കിളവനെയും കിളവിയെയും കൂടെ കൊന്നിട്ട് ഉള്ളതെടുത്തോണ്ട് വിസ ഓഫീസിലോട്ട് പോവാൻ ഞാൻ അവിടെ വെയിറ്റ് ചെയ്യാം. അതൊന്നും വേണ്ട. പിന്നെ കുഞ്ഞുണ്ണി ഒന്നുകൂടെ ബോധം കെടണം.
എന്റെ ഈശ്വര മരിക്കാൻ കിടക്കുക അപ്പോഴും ഈ പാട്ട് തന്നെയാ. എന്ത് Okay. Money is not a problem. Okay. You send the medicine. Okay. Yeah. Okay. ഞാൻ ഫോൺ ചെയ്തു. അമേരിക്കയിലുള്ള എൻ്റെ ഒരു ഫ്രണ്ടിന്റെ കയ്യിൽ നിന്ന് അവർ പണം വാങ്ങിച്ചിട്ട് മരുന്ന് വാങ്ങിച്ചിട്ട് ഈ DHL കൊറിയറിൽ ഇങ്ങോട്ട് അയക്കും. അതിന് 2 lakhs rupees ആവും. 2 ലക്ഷം ആയുർവേദ മരുന്നല്ലേ പറഞ്ഞത്? ആരോ മരുന്നിന് എന്ന് പറഞ്ഞ ഡോളറല്ലേ ഇത് കൺവേർട്ട് ചെയ്യുന്നത്. അവിടുത്തെ 1 രൂപ എന്ന് പറയുമ്പോൾ അവിടുത്തെ 42 rupees ആണ്. 42 into 1 എന്ന് പറഞ്ഞ് ഗുണിച്ച് വരുമ്പോൾ മരുന്നിന് ഭയങ്കര, അതാണ് ഇത്ര വില. നിങ്ങൾ എന്ന് അമ്മാവനോട് ചോദിക്കും. എനിക്കങ്ങോട്ട് പോകാൻ പറ്റില്ല. എനിക്കങ്ങോട്ട് പോകാൻ പറ്റില്ല. എനിക്കങ്ങോട്ട് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ എനിക്കൊരു ഫോൺ വരും. ഏത് ഫ്ലൈറ്റിൽ ആരാണ് ഈ മരുന്ന് കൊണ്ടുവരുന്ന പറയുമ്പോൾ ഇവിടുന്ന് ഞാൻ ഒരു വണ്ടി എടുത്തോണ്ട് അവിടെ പോയി അയാളെ കളക്ട് ചെയ്തുകൊണ്ട് എനിക്ക് ഇവിടെ കൊണ്ടുവരണം. ഇതൊരു പ്രത്യേക സൈസ് അസുഖമാണ്. ഇവിടുത്തെ ഡോക്ടർമാർ തലകുത്തി എന്നാൽ കണ്ടുപിടിക്കാൻ പറ്റില്ല. ചിലപ്പോൾ ആള് തെറ്റിപ്പോവും. എനിക്കങ്ങോട്ട് പോകാൻ പറ്റില്ല. ഞാൻ പോയി അപ്പനെ വിളിക്കാം. എമർജൻസി വാടാ, അകത്തേക്ക് ആരും കടത്തി വിട്ടില്ല. അത്യാവശ്യം വേണ്ടവര് മാത്രം നിന്നാ മതിയെന്നാ ഡോക്ടർ പറഞ്ഞത്. പുറത്തേക്ക് വിളിച്ചാൽ മതി അച്ഛനെ. ആശുപത്രിക്കാരും പിടിച്ചുപറിക്കാരും പോകറ്റെടുക്കാരും ആരാ? അയ്യോ നമ്പുരാനോ? ആര്? സാധിച്ചോ? അതെ. ആ പോക്കറ്റടിക്കാരനെ പിടിച്ചോ? അയ്യോ അത് പോക്കറ്റടിക്കാരനല്ല, നമ്പീശനാ. നമ്പീശൻ? അയാള് വക്കീല് പണി നിർത്തിയോ? അയ്യോ അതല്ല, വീട്ടിൽ ആരോ ഒരു കള്ളം കയറി ഇടിച്ച് ഈ നിലയിലാക്കി. വാ തുറക്കാൻ വയ്യ. ഞാൻ പറഞ്ഞത് കേക്ക്. ഡോക്ടർ ഇപ്പൊ വരും പറഞ്ഞില്ലേ? ले जाओ. കഴിയുണ്ട്. എന്താ 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 സ്ലിപ്പായി കൂടെ? क्या समझ गया? क्या दूसरा कोई नहीं मिला? क्या अपने बाप को गोली में जाके पाए? എങ്ങോട്ട് കൊണ്ടുപോയെന്ന് അറിഞ്ഞില്ലല്ലോ. ഏത് വാർഡാണെന്ന് അറിഞ്ഞില്ലല്ലോ മോളെ. ഇതെവിടെ ആണ് സ്ഥലം? कहाँ भाग रहे हो? चलो ले जाओ. खाना हिलो मत. ദാ 2 ലക്ഷം രൂപയുടെ കാഴ്ചക്കൊണ്ട് പോരെ. ഇവിടുത്തെ ഡോക്ടർ രാജൻ നായർ പറയുന്നത് നിങ്ങൾ പറയുന്ന പോലുള്ള മരുന്നൊന്നും ഇല്ലെന്നാ. അതെ, അമേരിക്കയിലുള്ള പല മരുന്നുകളും ഇവിടുത്തെ ഡോക്ടർമാർക്ക് അറിയില്ല. അതുകൊണ്ടല്ലേ കാശുള്ളവരൊക്കെ അവിടെ പോയി. അതെ. ഈ രാജൻ ഡോക്ടർക്ക് ഇപ്പോഴും ഒരു പിടി കിട്ടിയിട്ടില്ല. ബ്ലഡ് ചെക്ക് ചെയ്യാൻ കൊടുത്തയച്ചിരിക്കുക. അല്ല, അപ്പോ ഈ മരുന്ന് എപ്പോഴെത്തും? അത് കാലത്ത് അവിടെ നിന്ന് കൊടുത്തയച്ചിട്ടുണ്ട്. രാത്രിയാവുമ്പോ എത്തും. ഇവിടെ കിടക്കേണ്ട കാര്യമില്ല. വേണ്ട, മരുന്ന് വരുന്നവരെ എന്റെ ഒരു സമാധാനത്തിൽ കുഞ്ഞിന് ഇവിടെ കിടക്കണം. പെട്ടെന്ന് ഒരു ആവശ്യം വന്ന ഡോക്ടറും ഗോപിയൊക്കെ ഇവിടെ ഉണ്ടാവുമല്ലോ. തമ്പുരാനെ, ഇവിടെ നടക്കുന്ന തെണ്ടിത്തരം എന്താണെന്ന് ഞാൻ പറയട്ടെ. ആരാത്? ഞാനാ പൊതുവാൾ. ആ വടിയോടെ നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എന്റെ മുമ്പ് വരരുതെന്ന്. നീ എന്താ ഇവിടെ? ഇയാള് കള്ളുകൂടി മാറ്റാനുള്ള ചികിത്സ നടത്തുക. തമ്പുരാനെ, ഇവിടെ നടക്കുന്ന തെണ്ടിത്തരം പറയാൻ എനിക്ക് ഇത്തിരി സമയം തരുമോ? എന്ത് തെണ്ടിത്തരം? ഇയാള് ചികിത്സ നടക്കുന്നതിനിടയിൽ ആശുപത്രിയിൽ അത് കണ്ടുപിടിച്ച ഡോക്ടർമാർ ഇയാളെ പിടിച്ച് അതാണ് ഇവിടെ നടക്കുന്ന തെണ്ടിത്തരം. അതൊന്നും അല്ല, ഇവിടെ 2 പേരുണ്ട്. ഓ, തുടങ്ങി. തമ്പുരാനെ, എന്നെയും ചേർത്ത് ഇവിടെ 4 പേരുണ്ട്. ഉണ്ട്.
തമ്പുരാനെ നമ്മൾ രണ്ടുപേരും അല്ലാതെ ഇവിടെ വേറെ രണ്ടുപേരുണ്ട്. എനിക്കൊന്നും കേക്കണ്ട. മനുഷ്യൻ ഇവിടെ തീ പിടിച്ചിരിക്കുമ്പോഴാ. തമ്പുരാനെ ഞാൻ പറയുന്നു. പോളോ പുറത്ത്. തമ്പുരാനെ പിടിച്ച് പുറത്താക്കിയാളെ പറഞ്ഞു കൊടുക്കാൻ നിങ്ങൾ രണ്ടുപേരുണ്ടെന്ന്. അപ്പൊ കാര്യം കഴിക്കാതെ പറയുന്നത്. ഗോപി എവിടെ? ഗോപി ദാ